എഴുത്തുകാരനും നിരൂപകനുമായ കെ.പി. അപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 17 വർഷം. സ്നേഹനിധിയായ അധ്യാപകനായും നിരൂപകനായും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ പ്രതിഭാശാലിയായിരുന്നു കെ.പി. അപ്പൻ. ആശയങ്ങളുടെ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് കൊത്തിയെടുത്ത ശില്പങ്ങളായിരുന്നു കെ.പി. അപ്പന്റെ വിമർശനങ്ങൾ. ഏകാന്തതയുടെ ധ്യാനാവസ്ഥയിൽ സംഗീതം പോലെ ഒഴുകിയിറങ്ങിയ വാക്കുകളുടെ നദിയായിരുന്നു കെ.പി. അപ്പന്റെ നിരൂപണം. മലയാള ഭാഷയെ അത് ജീവസുറ്റതാക്കി. മലയാളിയുടെ ചിന്താമണ്ഡലം പുതുക്കി പണിതു. സാഹിത്യ വിമർശനം അപ്പന് സർഗാത്മക സാഹിത്യത്തിലൂടെയുള്ള സാഹസികമായ ഒരു പര്യടനമായിരുന്നു. യാഥാസ്ഥിതിക വിമർശന രീതികളെ പാടെ അട്ടിമറിച്ചുകൊണ്ടാണ് അപ്പൻ ആധുനിക വിമർശനത്തിന് സൗന്ദര്യപരമായ അടിത്തറ നിർമ്മിച്ചത്. കെ.പി. അപ്പനെ സംബന്ധിച്ചിടത്തോളം വിമർശനം വിമർശകന്റെ ആത്മകഥയുടെ ഭാഗം തന്നെയായിരുന്നു. 1972 ആദ്യ കൃതിയായ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷമെന്ന ലേഖന സമാഹാരം പുറത്തുവന്നത്. ബൈബിളിന്റെ സ്വാധീനമുള്ള കെ.പി. അപ്പന്റെ എഴുത്ത് ശൈലി ശ്രദ്ധേയമായി. ആലപ്പുഴ ജില്ലയിലെ പൂന്തോപ്പിൽ പത്മനാഭൻ കാർത്തിയായനി ദമ്പതികളുടെ മകനായി ജനിച്ച കെ.പി. അപ്പൻ ആലുവ UC കോളേജ്, ചേർത്തല SN കോളേജ്, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. കെ.പി. അപ്പന് 24-ന്റെ ശ്രദ്ധാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.